പ്രിയമുള്ളവരെ, ഞാൻ ഈ ചടങ്ങിലൊരു അതിഥിയായി എത്തിയ ആളല്ല. കാരണം രാവിലെ മുതൽ കൊഞ്ചിറയും കൊഞ്ചിറയുടെ പരിസര പ്രദേശങ്ങളിലുമായി ഒന്ന് രണ്ട് പരിപാടികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രദ്ധേയനായ ഗായകൻ, നിങ്ങളുടെ കുടുംബത്തിലുള്ള ആള് ശ്രീ ഗോപസാറിനെ കഴക്കൂട്ടത്തൊരു പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തതുകൊണ്ട് അദ്ദേഹത്തെ ആ പരിപാടിയിൽ പോയി പങ്കെടുപ്പിച്ചിട്ട് ഞങ്ങൾ ഒന്നിച്ച് മടങ്ങി വന്നതാണ്. അപ്പൊ എന്നെ കൊണ്ടുവന്ന വണ്ടി എന്നെ വഴി കളഞ്ഞിട്ട് പോയതുകൊണ്ട് കുറച്ചു നേരം ഇവിടെ കയറി നിൽക്കാനുള്ളൊരു അവസരം കിട്ടിയതാണ്. അല്ലാതെ ഒരു അതിഥിയായിട്ട് എന്നെ കാണണ്ട. തീർച്ചയായിട്ടും എനിക്ക് വലിയ അത്ഭുതം തോന്നി. കാരണം ഇവിടെ വർത്തമാനത്തിന് ആ ഒരു പ്രസക്തിയുമില്ല. കാരണം ഇവിടെ കലാപരിപാടി അവതരിപ്പിക്കും ഒട്ടേറെ കലാകാരന്മാരുള്ള ഒരു കുടുംബമാണ്. എനിക്ക് ഈ കുടുംബവുമായിട്ടൊരു ബന്ധമുണ്ട്. ഇത് കേൾക്കുമ്പോ ഈ വന്നൊരു ബന്ധം കൂടിയായിട്ട് കരുതണ്ട. കാരണം ശ്രീ കല്ലറഗോപന്റെ അമ്മാവൻ ശ്രീ മണിയണ്ണനൊക്കെ അറിയാൻ തോന്നുന്നു. എന്റെ അച്ഛൻ ഈ പ്രദേശത്ത് ആദ്യമായിട്ട് കഥകളി ക്ലാസ് നടത്തിയ ഒരാളാണ്. അപ്പൊ അങ്ങനെ ഈ പ്രദേശവുമായും ഈ പ്രദേശത്തെ കലാപ്രവർത്തനവുമായിട്ടൊരു പൈതൃകാത്മകമായ ബന്ധമുണ്ട്. ആ ബന്ധം ഇപ്പോൾ എന്തോ ഒരു ഈശ്വര നിമിത്തം പോലെ വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ് എന്ന് തോന്നുന്നു. പിന്നെ ഞാൻ പറഞ്ഞത് എനിക്ക് അത്ഭുതം തോന്നുന്നു പറഞ്ഞത്, കുറെ കൊച്ചുകുട്ടികൾ ഇങ്ങനെ ചേർന്ന് ഈ പരിപാടിയുടെ ഒരു അവസ്ഥയെക്കുറിച്ച് ഗോപസാറും ഞാനും അതുപോലെ ശർമ്മള ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ കുറെ കൊച്ചുകുട്ടികൾ ചേർന്ന് നടത്തുന്ന ഒരു കുടുംബ കൂട്ടായ്മ. സാധാരണ കുട്ടികൾ ഈ സമയത്ത് ക്രിക്കറ്റ് കളിച്ചും അതുപോലെ മറ്റെന്തെങ്കിലും എന്തെങ്കിലും കായിക പ്രവർത്തനമൊക്കെ നടത്തി സമയം വേസ്റ്റ്